നമസ്കാരം, എൻ്റെ പേര് സോളി. ഞാൻ മദേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ ഫാക്കൽറ്റിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് എല്ലാ സ്റ്റുഡൻസും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പെട്ടെന്ന് ജോലി കിട്ടുക എന്നുള്ളത്. അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ എടുക്കാവുന്ന ഒരു ഫീൽഡാണ് പാരാമെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്. ആ പാരാമെഡിക്കൽ ഫീൽഡിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ OT ആൻഡ് അനസ്തേഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിപ്ലോമ ഇൻ OT അനസ്തേഷ്യ കോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് നാട്ടിലും വിദേശത്തും ഒരുപോലെ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, നമുക്ക് ഏതെങ്കിലും നല്ല മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ക്ലിനിക്കുകളിലോ നമുക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ OT ടെക്നീഷ്യനായിട്ടും അതുപോലെ തന്നെ അനസ്തോളജിസ്റ്റായിട്ടും നമുക്ക് വർക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു കോഴ്സ് പഠിക്കുന്നതിലൂടെ നമുക്ക് രണ്ടാണ് ബെനിഫിറ്റ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തൊരു ഏരിയ ആണ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്റർ നമ്മൾ മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുന്ന ഒരു കോഴ്സാണിത്. അത് അവിടുത്തെ എക്യുപ്മെൻറ്റ്സ് സ്റ്റെറിലൈസ് ചെയ്യാനും അതുപോലെ തന്നെ സർജറിക്ക് ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് പഠിക്കുന്ന ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ OT അനസ്തേഷ്യ എന്ന് പറയുന്നത്. +2 കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഏത് സ്ട്രീം എടുത്തു കഴിഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനും എടുക്കാവുന്ന ഒരു കോഴ്സാണ് OT അനസ്തേഷ്യ എന്ന് പറയുന്നത്. നമുക്ക് അതുപോലെ തന്നെ ഒരു ബെറ്റർ കരിയറൊക്കെ നോക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ എന്തുകൊണ്ടും ഈ ഒരു കോഴ്സ് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഹോസ്പിറ്റലിൽ ഒരു സർജറി എങ്കിലും നടക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. അപ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. അപ്പോൾ ഈ OT അനസ്തേഷ്യ കോഴ്സ് പഠിക്കുന്നതിലൂടെ നമുക്ക് രണ്ടാണ് ബെനിഫിറ്റ് വരുന്നത്. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യനായിട്ടും, രണ്ടാമത്തെ നമുക്ക് ഒരു അനസ്തോളജിസ്റ്റായിട്ടും നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും. ഓപ്പറേഷൻ തിയേറ്റർ മാനേജ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് സർജറിക്ക് ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്ത് നിൽക്കുക, അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലെ സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് സ്റ്റെറിലൈസേഷൻ ചെയ്ത് നിൽക്കുക, അങ്ങനെയുള്ള ജോലികളാണ് നമുക്ക് ഈ ഒരു ഫീൽഡുമായിട്ട് വരുന്നത്. +2 കഴിഞ്ഞിട്ടുള്ള ഏത് സ്റ്റുഡൻസിനും എടുക്കാവുന്ന ഒരു കോഴ്സാണ്, അതായത് ഏത് സ്ട്രീം എടുത്ത സ്റ്റുഡൻസിനും എടുക്കാവുന്ന ഒരു കോഴ്സാണ് ഡിപ്ലോമ ഇൻ OT അനസ്തേഷ്യ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കുന്നതിലൂടെ നമുക്ക് കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്ത് വിദേശത്തുമൊക്കെ നമുക്ക് ഒരുപാട് ജോലി സാധ്യത വരുന്ന ഒരു കോഴ്സാണിത്. 2 വർഷം ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പഠിച്ചിട്ട് ജോലി കിട്ടാം. അങ്ങനെയുള്ള ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് എടുക്കാവുന്ന ഒരു കോഴ്സാണ് OT അനസ്തേഷ്യ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് 2 വർഷത്തെ കോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 6 മന്ത് ഇതിൻ്റെ പ്രാക്ടിക്കലും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 1.5 വർഷം കൊണ്ട് തിയറി ക്ലാസ് പഠിക്കുന്നതിൽ നമുക്ക് വരുന്ന സിലബസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ +2 ബേസിക് ക്വാളിഫിക്കേഷൻ വെച്ച് വരുന്ന എല്ലാ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് മെഡിക്കൽ വരാനായിട്ടുള്ള ഒരു ഐഡിയ ഇല്ലാതെ വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റുഡൻസ് നമ്മൾ ആദ്യം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ബേസിക് പേപ്പറായ അനാട്ടമി ഫിസിയോളജി ആയിരിക്കും. നമ്മൾ ഹ്യൂമൻ ബോഡിയുടെ ഓർഗൻസും അതിൻ്റെ ഫങ്ഷനിങ്ങും ആയിരിക്കും ആദ്യത്തെ പേപ്പറിൽ പഠിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള സബ്ജക്റ്റ് ബേസിൽ വരുന്ന 2 പേപ്പറാണ് CSSD പ്രൊസീജിയറും സ്പെഷ്യൽ പ്രൊസീജിയർ എന്ന് പറയുന്ന 2 പേപ്പേഴ്സ്. ഈസി ആയിട്ടുള്ള ലളിതമായിട്ടുള്ള സിലബസ് ആണ് ഇവർക്ക് പഠിക്കാനും ഉള്ളത്. അപ്പം നമുക്ക് ഇത് ഡിപ്ലോമ OT അനസ്തേഷ്യ പഠിച്ചിറങ്ങിയതിന് ശേഷം നമുക്കിതിൻ്റെ ഹയർ സ്റ്റഡീസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ BSc നമുക്ക് ചെയ്യാം. ഇനി BSc പഠിച്ച് ഇനി ഏതെങ്കിലും സ്പെഷ്യലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ MScയും ഉപരിപഠനം ചെയ്യാൻ സാധിക്കും.